വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ പരീക്ഷാകാലം പരീക്ഷണങ്ങളുടെ കൂടി കാലമായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയും ചോദ്യപേപ്പറിലെ അക്ഷരത്തെറ്റും പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമെല്ലാം വിവാദങ്ങൾ സൃഷ്ടിച്ച കാലം. SSLC പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടിൽ പരാതി ഉയർന്നതിന് പിന്നാലെ കോഴിക്കോട് വില്യാപ്പള്ളി MJVHSSലെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി എന്നാരോപിച്ചാണ് അധ്യാപകൻ സുലൈമാനെതിരെ നടപടി. സ്കൂളിനെയും മാനേജ്മെന്റിനെയും അപകീർത്തിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. ദീപക് മലയമ നൽകും വിശദാംശങ്ങൾ. ദീപക്, SSLC പരീക്ഷ എഴുതുന്ന സ്വന്തം സ്കൂളിലെ കുട്ടികൾക്ക് അതേ സ്കൂളിലെ അധ്യാപകർ തന്നെ പരീക്ഷാ ഹാളിലെത്തി സഹായിക്കുന്ന ഒരു ക്രമക്കേട്, അതിന്റെ ഗൗരവം മനസ്സിലാക്കിയുള്ള നടപടിയല്ല, മറിച്ച് ഈ മാധ്യമങ്ങൾക്ക് ഈ വിവരം ചോർത്തി നൽകിയതിനാണ് നടപടി എടുത്തിരിക്കുന്നത്, അല്ലേ? രോഷ്നി, അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് വില്യാപ്പള്ളിയിലെ MJVHSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന പരാതിയും അതേ തുടർന്ന് DDയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അന്ന് ആ സ്കൂളിലെ അധ്യാപകരടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഓഡിയോ സന്ദേശവും അതിൻ്റെ സ്ക്രീൻഷോട്ടും ഉൾപ്പെടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉയർന്നു വരികയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ആ സ്കൂളിലെ തന്നെ അധ്യാപകനായിട്ടുള്ള M. സുലൈമാനെതിരെ അച്ചടക്ക നടപടി മാനേജ്മെന്റ് സ്വീകരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകി എന്നുള്ളതാണ് ആക്ഷേപം എന്ന് പറയുന്നത്. മാനേജ്മെന്റിനെയും ഒപ്പം തന്നെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അപകീർത്തിപ്പെടുത്തുന്ന നടപടിയാണ് സുലൈമാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സസ്പെൻഷൻ നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് മാനേജ്മെന്റ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ പല വിധത്തിൽ ഇത്തരത്തിൽ നീക്കങ്ങൾ സുലൈമാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മാനേജ്മെന്റിനെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു എന്നുള്ള കാര്യവും കൂടി ആ ഒരു സസ്പെൻഷൻ ഉത്തരവിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ രോഷ്നി പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലൊരു ആക്ഷേപം വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പരിശോധനയിലേക്ക് സ്വമനസാലെ തന്നെ മാനേജ്മെന്റ് കടക്കാൻ തയ്യാറാകേണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടത് മാനേജ്മെന്റ് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്ത് പോലീസ് അന്വേഷണം ഉൾപ്പെടെ ശുപാർശ ചെയ്തുകൊണ്ട് DDയുടെ കത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് അവിടെ നിന്ന് ആ സ്ക്രീൻഷോട്ടും ഒപ്പം തന്നെ ആ ഓഡിയോ സന്ദേശവും ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു അധ്യാപകനെതിരെ ഇപ്പോൾ നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. രോഷ്നി, ശരി. ദീപക് മലയമയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ ഒരു പരീക്ഷാ കാലത്ത് നടന്ന ഒരു ക്രമക്കേട് തന്നെയാണ്. അത് റിപ്പോർട്ടർ വാർത്ത പുറത്തുവിടുകയായിരുന്നു. അതിലപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുക.